ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാനിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞിട്ട്. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഫാദറിലോ കോവിഡായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. കുറച്ച് ഹേർട്ടിനും കിഡ്നിക്കൊക്കെ പ്രോബ്ലംസ് ഉള്ള ആളായിരുന്നു. അപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ കുറച്ചൊന്ന് ഒരു ക്രിറ്റിക്കലായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് പെട്ടെന്നുള്ള ഒരു മരണം ഞങ്ങൾക്ക് ഭയങ്കര അപ്സെറ്റായിപ്പോയി. അപ്പോൾ പിന്നെ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നുണ്ട്. ഒരുപാടൊന്നും നമുക്ക് മതപരമായിട്ടുള്ള ചടങ്ങുകളൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. അപ്പോൾ വീഡിയോസൊന്നും ഞാനിപ്പോൾ എടുത്തിട്ടൊന്നുമില്ല. ഞാൻ ഓൾറെഡി കുറേ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് ബോട്ടിൽസൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിന് ഒന്ന് ബേസ് കോട്ടായിട്ട് ഒരു പ്രൈമർ അടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഫെവിക്കോളാണ്. ഒരു ഫെവിക്കോളിലേക്ക് നമ്മൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യണം. അപ്പോൾ ഏത് ടാൽക്കം പൗഡർ ആയാലും കുഴപ്പമില്ല, ബേബി പൗഡർ ആയാലും നോർമലി നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പൗഡർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു പൗഡറും കുറച്ചിങ്ങനെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം, അതായത് ഇപ്പം ഞാൻ ആഡ് ചെയ്തല്ലോ ഒരു സ്പൂൺ വെള്ളം പോലെ, അപ്പോൾ അത്രയും ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത സമയത്ത് കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഞാനതിൽ കുറച്ചും കൂടി ഒന്നൊരു പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബോട്ടിൽ ഡയറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ആ പൗഡറൊക്കെ നന്നായിട്ടൊന്ന് ആ ഫെവിക്കോളും വെള്ളം കൂടെ ഉള്ളതിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ എന്നിട്ട് ഒരു ബോട്ടിൽ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഇതൊരു ഹോം മെയ്ഡ് ജെസ്സോ ആണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ജെസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ജെസ്സോൻ്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ പ്രൈമറി കോട്ട് അടിച്ചിട്ട് പിന്നെ ഇനി അതിൻ്റെ മേലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും പീൽ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ടല്ലോ, നമുക്ക് ബോട്ടിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇളകി പോകുന്നു. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഡാർക്ക് കളർ ബോട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആ ഒരു കാണുമ്പോൾ ഒരു ഭംഗി കിട്ടാത്തത്. നല്ല ട്രാൻസ്പാരൻറ്റ് ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വൈറ്റ് കളറായിട്ട് തന്നെ ഒരു വൈറ്റ് പ്രൈമറി കോട്ട് അടിച്ച പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്താൽ പോലും ആ പെയിൻറ്റ് ഇളകി പോകുന്നില്ല, ആ ഒരു ജെസ്സോ ഇളകി പോകുന്നില്ല. അപ്പം നമുക്കിനി ഡയറക്റ്റായിട്ട് തന്നെ വേറെ ബേസ് കോട്ടൊന്നും അടിക്കാതെ തന്നെ നമുക്ക് ഏത് വർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിതിൽ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു 2 ഭാഗത്തായിട്ട് ഇങ്ങനെ ക്രിംസൺ റെഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഭാഗമായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഡിസൈനൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പാച്ചസ് ആയിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രത്യേക കളേഴ്സ് വേണം അങ്ങനെയൊന്നുമില്ല. നമ്മളെ കയ്യിൽ ഏതൊക്കെ കളേഴ്സാണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ഒരു ലൈറ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു 2 കളറിനും നല്ലൊരു ഭംഗി കിട്ടും. നമ്മൾ കളേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയെടുക്കുക. അപ്പോൾ ഒരു ബോട്ടിൽ നല്ലൊരു അട്രാക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഒരു യെല്ലോ, റെഡ്, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ കുറച്ച് കളേഴ്സായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ആദ്യം ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഡിസൈൻ ഇങ്ങനെ വരുമല്ലോ, ഒരു ബ്രഷിൻ്റെ ഒരു ലൈൻസൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കോട്ട് ഇങ്ങനെ ജസ്റ്റ് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാബ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ സെക്കൻഡ് കോട്ടും അടിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈൻസിനേക്കാളും ഇഷ്ടം ഇങ്ങനെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഡാബ് ചെയ്യുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടുമല്ലോ, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെക്കൻഡ് കോട്ട് അടിക്കുന്ന സമയത്ത് മറ്റേ ആ ഒരു കളറിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ബോട്ടിൽ 2 കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് സൈഡിലാണ് ചെയ്യണത്. ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 5 ലൈൻസ് പോലെ വരച്ചിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ പോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ യെല്ലോയിൽ ബ്ലാക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗത്ത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു വൈറ്റ് പോർഷൻസിൽ. പിന്നെ നമ്മൾ മുമ്പൊരു യെല്ലോയിലൊരു ഇതുപോലെ ബ്ലാക്ക് ഡിസൈൻ ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു 5 മിനിറ്റ് ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ഇപ്പം വരയ്ക്കുന്ന 2 ഡോട്ടും ഒരു ലൈനും ഇല്ലേ, അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ തന്നെയാണത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് ട്രയാങ്കിൾസ്, അതുപോലെ പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്സ്, ഇൻറ്റു, പ്ലസ്, മൈനസ്, അപ്പോൾ അങ്ങനെ മാത്സിലെ സിമ്പിൾസും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്പേഴ്സായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഡോട്ട് തന്നെ കൊടുക്കാം, ഫ്ലവേഴ്സും ലീഫൊക്കെ ആയിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ആ ബോട്ടിലിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുക കുറച്ചും കൂടെ 1-2 ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇടുന്നതായിരിക്കും കുറച്ചൊരു ഭംഗി. ഡിസൈൻസ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ബ്ലാങ്ക് ആക്കി ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു 2 കളേഴ്സ് തമ്മിലിങ്ങനെ ജോയിൻ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് അത്ര ഒരു നീറ്റ് ഉണ്ടാവില്ല. കാരണം 2 കളേഴ്സും കൂടെ ഇങ്ങനെ മിക്സായി കിടക്കല്ലേ, ആ ഒരു വൃത്തിയായിട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ജസ്റ്റ് ബോർഡർ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നോർമലായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഡിസൈനില്ലേ, അപ്പോൾ അതുപോലുള്ളൊരു ബോർഡറാണ് കൊടുക്കുന്നത്. ഞാൻ മുമ്പൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കളേഴ്സായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിനിങ്ങനെ ബോർഡറൊക്കെ കൊടുത്തിട്ട് അത് CD മാർക്കറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മേലെ കൊടുക്കാം. നല്ലൊരു ബോട്ടിൽ തന്നെയായിരുന്നു അത്. അപ്പോൾ അതുപോലെ ഞാൻ ഇതിലെല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടൊരു ബോട്ടിലാണ്. കുട്ടികളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു സബ്ജക്റ്റിലെ സിമ്പിൾസൊക്കെ ചെയ്യുമ്പം അവർ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഞാൻ ആ 5 മിനിറ്റിൻ്റെ ആ ഒരു ബോട്ടിലിട്ട സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ ബോട്ടിൽ ചെയ്തിട്ടുള്ള ഓരോ ഡിസൈനും ശരിക്കും നമുക്ക് ഓരോ ബോട്ടിലെണ്ണായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു സിമ്പിൾ ഡിസൈൻ വെച്ചിട്ടൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 5 മിനിറ്റിൻ്റെ, അതാണ് നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അതുപോലെ ഈ ബോട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് മാത്രം ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണിത്. ഇതിന് ഞാൻ ബോർഡർ കൊടുത്തിട്ടുള്ളത് CD മാർക്കർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് അയച്ചു തരിക. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ മുതൽ ഞാൻ കുറേശ്ശായിട്ടെല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.